എൻ്റെ വീട്ടിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു. ഞാനും ഭാര്യയും 3 കുട്ടികളാണ്. ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് ഈ ഒച്ച കേട്ടിട്ട് പെട്ടെന്ന് മോള് മൂത്രയിക്കാൻ വേണമെന്ന് എഴുന്നേറ്റുകൊണ്ട് മാത്രമേ നമ്മൾ അറിയാൻ പറ്റിയത്. തലേ ദിവസമാണെങ്കിൽ ഞാൻ എന്തായാലും പെട്ടിരുന്നു. കാരണം ആ സമയത്ത് തലേ ദിവസം ഭാര്യയ്ക്ക് സുഖമില്ലാതെ ഒരു 12-1 മണിയൊക്കെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ചൂരമല എസ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അന്ന് ഉറക്കം കഴിഞ്ഞതുകൊണ്ട് പിറ്റേ ദിവസം എന്താ അതിന്റെ ആ ഉറക്കം അന്നാണ് ഉറങ്ങുന്നത്. പൊട്ടുന്ന തലേ ദിവസം ഉറങ്ങുന്നത്. എന്തോ ഭാഗ്യത്തിന് മോള് മൂത്രയിക്കാണ്ട് എഴുന്നേറ്റതുകൊണ്ട് ഞാൻ അറിഞ്ഞു. അപ്പോഴാണ് ഈ ഒരു ഭയങ്കര ശബ്ദം കേൾക്കുന്നത്. ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു ശബ്ദം. അങ്ങനെ ഈ പ്ലെയിനൊക്കെ വന്ന് ഈ ഹെലികോപ്റ്ററിനൊക്കെ അതേപോലെ ഒരു മുഴങ്ങുന്ന ശബ്ദമാണ് നമുക്ക് അടുത്തെത്തിന്ന് തോന്നി. അപ്പോഴത്തേക്കും ഞാൻ മോള് പറയുന്നൊരു സീറ്റ് പൊട്ടുന്നുണ്ട്, അവിടെ ബാക്കിൽ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഒരു അടിയാണ് ഫസ്റ്റത്തെ ഇതിലുള്ള വരുന്ന കമ്പും ചുള്ളി അടിക്കുന്നത് മാത്രമേ നമുക്ക് ഫസ്റ്റ് ഇതിൽ വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, മോനെ എടുത്ത് ഞാൻ ഭാര്യനെയും ഇവരൊക്കെ എടുത്ത് പെട്ടെന്ന് മുകളിലേക്ക് നമ്മളെ പറമ്പ് അവിടെ കാണുന്ന അതിന്റെ മുകളിലേക്ക് ഞാൻ ഓടിക്കയറി. അപ്പോഴത്തേക്കും എന്റെ ജ്യേഷ്ഠന് ഇവിടെ ഉണ്ട്. ജ്യേഷ്ഠനെ വിളിക്കുന്നുണ്ട്, ഞാൻ കാക്കാനെ വിളിക്കുന്നുണ്ട്. വീട് തകർന്നു പോയിട്ടുണ്ടല്ലേ? അവർ തകർന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിക്കുന്നുണ്ട്, നിങ്ങൾ കാക്കാനെ വിളിക്കുന്നുണ്ട്, മേലേക്ക് കയറി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ കേൾക്കുന്നില്ല. കാരണം നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒച്ചയും കാര്യങ്ങളൊന്നും പരസ്പരം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോഴത്തേക്കും മുകളിലേക്ക് ഓടിക്കയറി നേരെ മുകളിൽ കുന്നിലേക്ക് കയറി. ഇവിടെ വന്നപ്പോഴേ ഈ തൊട്ട് അയൽവാസിയിലെ വീടുകളൊക്കെ എത്ര പോയെന്നുള്ള മനസ്സിലാകുന്നുണ്ട്. മുഴുവൻ കല്ലുകളാണല്ലോ ഇവിടെ ഉള്ളത്. ഏകദേശം നമ്മളെ വീടുകളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ പരിസരത്തിന് ഇപ്പോൾ ഒരു 6, 7, 8 വീടുകളും ഈ പരിസരത്ത് മഹേഷിന്റെ നമ്മളെ കരട്ട മഹേഷിന്റെ വീടിന്റെ പരിസരത്ത് തന്നെ ഒരു 6, 7 വീടുകളും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ പരിസരത്ത്. ഇതല്ല, ഇതിലും കൂടുതലുണ്ട്. നസീർക്ക, ഉനൈസ്, പിന്നെ അതേപോലെ മഹേഷ്, അതേപോലെ സരിതേച്ചി, പിന്നെ അതേപോലെ തന്നെ സുജാതേച്ചി അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സൈദാൽ മാഷ്, പിന്നെ തങ്കച്ചേട്ടൻ, പിന്നെ നമ്മുടെ ശ്രീധരേട്ടൻ, ഇങ്ങനെ ഈ പരിസരത്തുള്ള വീടുകളാണ്. ഇത്രയും വീടുകളൊന്നും കാണാനില്ല. ഈ വീടുകളൊന്നും കാണില്ല. ഇപ്പൊ അതൊക്കെ ഫുള്ള് കല്ലുകൾ മാത്രം. ഈ പുഴയിൽ കാണുന്നേക്കായും കല്ലുകൾ ഇപ്പൊ ഇതിന്റെ മുകളിൽ വന്ന് കുടിക്കുന്നുണ്ട്. അത്രയും കല്ലുകൾ ഇപ്പൊ നമ്മളെ വീടിന്റെ പരിസരത്ത് ഇപ്പൊ നമ്മളെ പുഴയായി മാറിയിരിക്കുകയാണ് ഇത്രയും ഭാഗം. ഇപ്പൊ ഇന്നലെ വരെ മോള് എന്റെ അടുത്താണ് കിടന്നത്. പേടിച്ചിട്ട് ഇവിടെയും പൊട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് കൗൺസിലൊക്കെ ചെയ്യുന്നുണ്ട്. പോയ അന്ന് മുതൽ ഞാൻ അവരോട് പറയുന്നുണ്ട്, എനിക്കും അതേപോലെ തന്നെ ഈ മുഴക്കം നമ്മളെ ചെവിയിൽ നിന്ന് മാറിയിട്ടില്ല. അത്രയും ഒരു ഭീകരാന്തരീക്ഷമായിട്ട് നമുക്ക് തോന്നുന്നു. അത് അവിടെ ചെന്നതിന് ശേഷം പിന്നെ മോള് കരയാ, മോന് കരയാ. വലിയവൾക്ക് മാത്രം കുറച്ചൊരു ഇതുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ പിന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പൊട്ടുന്നുണ്ടോ ഇനിയും പൊട്ടുന്നു. ഇന്നലെ വരെ ഇത് പറയുന്നുണ്ട്. ഞാനിന്നിട്ട് കൗൺസിൽ ചെയ്തവർ അവർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ പേടിക്കണ്ട, നിങ്ങൾക്ക് അത് തോന്നുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെ കൗൺസിൽ ചെയ്തതിനു ശേഷം കുറച്ചൊരു മാറ്റങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ആ പേടി മാറിയിട്ടില്ല. എന്റെ ഭാര്യ വീട് കുറച്ച് തൊട്ടപ്പുറത്ത് തന്നെയാണ്. മിഞ്ഞാന്ന് കുളിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ മോനിന്റെ മേത്ത് ഓടി കയറിയിട്ട് പറയാം, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നത്. കാരണം അവർക്ക് അതിന്റെ പേടി മാറിയിട്ടില്ല. നമ്മളെ കാട്ടുകൂടി ഓടിയതിന്റെ അവര് എന്താ പറയാ, ഞാൻ കുന്നിന്റെ മേലക്ക് അതിന്റെ ഒക്കെ വീടൊക്കെ ചെയ്ത് അതിനൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ അത്രയും ഇതിലായിട്ട് ഞാൻ ആ മറുവശത്തേക്ക് പോകുന്നത്. മോള് മേലെ എത്തിയതിന് ശേഷം മോള് ബോധം പോയി. പിന്നെ ഞാനത് പിന്നെ എന്റെ ധൈര്യത്തിൽ അങ്ങനെ നിന്ന് എന്തൊക്കെയോ ഞാൻ താഴേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുന്നത്. അപ്പോൾ പോകരുത്, ഞങ്ങൾ വിട്ട് പോകരുത് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, എന്നാ ശരി ഞാൻ പേടിക്കാണ്ട് നമുക്ക് താഴേക്കോട്ട് പോകാൻ പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ നേരെ മറുവശത്തേക്ക് പോയി. ഇപ്പോഴും അവരെ ഇത് മാറിയിട്ടില്ല. ആ മുഴക്കം ഇപ്പോഴും അവർക്ക് മാറിയിട്ടില്ല. ഇപ്പോഴും പേടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. സലാമക്കന്റെ കയ്യിലൊരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ ഇതിപ്പോ വീട്ടിൽ നിന്ന് എടുത്താണോ? ഇതല്ല, ഇത് എന്റെ അടുത്തുള്ള ഒരു വീട്ടിലത്തെ ആളുടെ ഫോട്ടോ ആണ്. അപ്പോൾ ഇതില് അവര് അത്രയും കാത്തു സൂക്ഷിച്ച ഫോട്ടോകളായിരിക്കും. അപ്പൊ ചുരൽമല സ്കൂളിൽ പഴയ ഫോട്ടോസ് ആണ്. അവർ 92-93 10ാം ക്ലാസ് വാച്ച് ആ ബാച്ചില്. അപ്പൊ ഞാനിത് ആർക്കെങ്കിലും ഇതിൽ അവര് ബന്ധപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ കയ്യിലെടുത്ത് എനിക്ക് അവിടെ ഉള്ള നാട്ടുകാർ തന്നെ ആയിരിക്കും കൂടുതൽ നാട്ടുകാർ. അവർ മാഷ്മാരാണ്. ഇവിടെ ആദ്യം വിൽസ മാഷ് പറയും, അങ്ങനെയുള്ള മാഷ്മാരുണ്ട്. ഇതൊക്കെ പഴയ ബാച്ചിലുള്ള കൂടിയ ടീമുകളാണ്. അപ്പൊ ഇതിൽ വീട് പോയ ആളുകളൊക്കെ ഉണ്ട് ഇതില്. അപ്പൊ ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ 30 വർഷം മുമ്പ് ഗൾഫിൽ മുഹമ്മദ് കോയ അറിയും, അവരെ വീടൊക്കെ പോയിട്ടുണ്ട്. അവരെ ഫോട്ടോ ആണ് ഇതിലുള്ളത്. അവർ ഗൾഫിലാണ്. അവരെ കുടുംബം ഞാൻ പറഞ്ഞ ഈ ഉനൈസ്, മുഹമ്മദ് കോയ, ഇവരൊക്കെ വീട് പൂർണ്ണമായിട്ടും പോയതാ. അപ്പൊ ഇവര് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ വീടൊക്കെ പൂർണ്ണമായി. ഉമ്മ, അവന്റെ അനിയന്, പിന്നെ അവന്റെ അനിയന്റെ ഭാര്യ, കുട്ടികള്, അവന്റെ അലിയന്, അവന്റെ പെങ്ങള്, ഇവരൊക്കെ നഷ്ടപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയാ, ഞങ്ങൾക്ക് എന്തിനും ഈ നസീർക്ക എന്ന് പറയുന്ന ആളൊക്കെ നമുക്ക് എല്ലാ കാര്യത്തിനും ഓടി. നമുക്കൊരു ധൈര്യമായിരുന്നു മൂപ്പര് എന്ത് പ്രശ്നം. അതിന്റെ മുമ്പ് മൂപ്പര് വീടിന്റെ മുകളിലേക്ക് 2ാം നില ചെറിയ രീതിയിൽ പടവ് തുടങ്ങിയിട്ടുണ്ട്. മൂപ്പര് എപ്പോഴും പറയുന്നത് ഇപ്പോൾ പേടിക്കാൻ നമുക്കൊരു ധൈര്യം തരുന്ന ആളായിരുന്നു. എന്ത് കാര്യത്തിലും പേടിക്കാൻ നമുക്കൊരു അങ്ങനെ ഒരു ആളുണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ. അങ്ങനത്തെ ആൾ വരെ നമുക്ക് പോയി നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഒരുപാട് ആളുകൾ നമ്മളിവിടെ ഉള്ള എല്ലാം ഞങ്ങൾ അത്രയും സ്നേഹത്തിൽ നിൽക്കുന്ന, എന്ത് പരിപാടിയുടെ കല്യാണമാണെങ്കിലും വേറെ എന്താണെങ്കിലും നമ്മളോട് അത്രയും സഹകരിച്ച് നിൽക്കുന്ന ആളുകളായിരുന്നു. അവരൊക്കെ ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടു. അതൊക്കെ വലിയ എന്താ പറയുക, നമുക്കൊരു ആ ദുഃഖം നമുക്ക് മറക്കാൻ കഴിയുന്നില്ല.